മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? ഇതിൽ മോർ ദാൻ വൺ ആൻസേഴ്സ് ഉണ്ടാവും. വളരെ ശ്രദ്ധിച്ചു വേണം ആൻസർ ചെയ്യാൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് സർഫസ് പ്രോപ്പർട്ടി ആർ എഡ്സോർപ്ഷൻ അക്കമ്പനീഡ് ബൈ ഡിക്രീസ് ഇൻ എൻതാൽപ്പി. നോ ഡൗട്ട് എല്ലാ എഡ്സോർപ്ഷൻ പ്രോസസ്സും എക്സോതെർമിക് ആയിരിക്കണം. കാരണം എന്തെന്ന് നിങ്ങൾക്കറിയാം, എഡ്സോർപ്ഷൻ്റെ സമയത്ത് ഡിസോർഡർ ഡിക്രീസ് ചെയ്യും എന്ന് നിങ്ങൾക്കറിയാം. ഡിസോർഡർ ഡിക്രീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് സ്പോണ്ടാനിയസ് ആയി നടക്കണമെങ്കിൽ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയേ പറ്റൂ. കാരണം ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്നാണ്. പ്രോസസ് സ്പോണ്ടാനിയസ് ആവണമെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആവണമല്ലോ. ഡെൽറ്റ എസ് നെഗറ്റീവ് ആണെങ്കിൽ മൈനസ് ടി ഡെൽറ്റ എസ് എന്ന ടേം പോസിറ്റീവ് ആകും. അപ്പം അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ജിക്ക് നെഗറ്റീവ് വരാൻ ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, ഡെൽറ്റ എച്ചിൻ്റെ വില ലാർജ് നെഗറ്റീവ് ആവണം എന്നത്. സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ഈസ് കറക്റ്റ്. Enthalpy decreases, entropy of the system also decreases. So please note, during adsorption delta S negative, delta H negative, delta G is negative. അടുത്ത നോക്കിയാലോ. Critical temperature of ethane and nitrogen 563 Kelvin and 126 Kelvin. What does it mean? ഈഥേൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൂടുതലാണ്. അതിൻ്റെ അർത്ഥം ഈഥേനെ ലിക്വിഫൈ ചെയ്യാൻ എളുപ്പമാണ്. ഈസിയർ ലിക്വിഫൈ ചെയ്യപ്പെടുന്ന ഗ്യാസസിൻ്റെ പ്രത്യേകത എന്താണ്? ദേ ഗെറ്റ് റെഡിലി എഡ്സോർബ്ഡ്. അവർ പറയുന്നതോ ഈഥേൻ വിൽ ബി മോർ എഡ്സോർബ്ഡ്. ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. അടുത്തത് എന്താണ്? ക്ലൗഡ് ഈസ് എൻ എമൽഷൻ ടൈപ്പ്. തെറ്റല്ലേ? നമുക്കറിയാം ക്ലൗഡ് എന്ന് പറയുന്നത് വാട്ടർ പാർട്ടിക്കിൾ ഡിസ്പേഴ്സ്ഡ് ഇൻ എയർ ആണ്. സോ ഇറ്റ്സ് ആൻ എയറസോൾ. എന്തായാലും ക്ലൗഡ് എന്ന് പറയുന്നത് എമൽഷൻ ടൈപ്പ് എന്ന് പറയുന്നത് തെറ്റാണ്. അടുത്തതിലേക്ക് പോകാം. Brownian motion of colloidal particle does not depends on the size of the particle. Wrong ആണ്. നമുക്കറിയാം ലാർജർ ബിഗർ പാർട്ടിക്കിൾ ആണെങ്കിൽ they have a strong tendency to get sediment. So that statement is also correct. So നമുക്ക് എയും ബിയും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എടുക്കാം. അടുത്ത ചോദ്യം ഒന്ന് നോക്കാം. For a reaction taking place in a container in equilibrium with its surrounding, effect of temperature on its equilibrium constant K in terms of entropy is described by. They say the process is in equilibrium with the surrounding. That means at that particular condition delta G is negative. We want to find out what is the effect of temperature in that case. Statement A. With increase in temperature, the value of K for exothermic reaction decreases. That part is correct. Since the process they say exothermic, that means delta H is negative. Let us analyze a suitable example. You just consider PCl3 plus Cl2 gives PCl5. That process is already in equilibrium. That means delta G is negative. A process in which exothermic process can be attained equilibrium means naturally the disorder of the system can be negative. Isn't it? Exothermic process having നെഗറ്റീവ് എൻട്രോപ്പി ചേഞ്ച് മേ അറ്റൈൻ ഇക്വിലിബ്രിയം അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. ശരിയല്ലേ ഞാൻ പറയുന്നത്? ഇപ്പോൾ ഡെൽറ്റ എച്ച് നെഗറ്റീവും ഡെൽറ്റ എസ് പോസിറ്റീവുമായ ഒരു പ്രോസസ്സിന് ഒരു ടെമ്പറേച്ചറിലും നിങ്ങൾക്ക് ഇക്വിലിബ്രിയം എത്തിക്കാനാവില്ല. വാട്ട് എവർ ബി ദ ടെമ്പറേച്ചർ ദ പ്രോസസ് വിൽ ബി സ്പോണ്ടാനിയസ്. ഇവിടെ അവർ പറയുന്നുണ്ട് പ്രോസസ് ഇക്വിലിബ്രിയം വിത്ത് ദ സറൗണ്ടിങ് ആണ്. ഓപ്ഷൻ എ കൺസിഡർ ചെയ്താൽ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ the value of K for exothermic reaction decreases. ശരിയല്ലേ? ശരിയാണ്. നമുക്കറിയാം Le Chatelier പ്രിൻസിപ്പിൾ പ്രകാരം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എക്സോതെർമിക് പ്രോസസ്സിൻ്റെ റിയാക്ഷൻ റേറ്റ് കുറയും, റിയാക്ഷൻ്റെ സ്പോണ്ടാനിറ്റി കുറയും. സോ ദാറ്റ് പാർട്ട് ഈസ് കറക്റ്റ്. ബിക്കോസ് എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ സിസ്റ്റം ഈസ് പോസിറ്റീവ്. അത് തെറ്റാണ്. സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി ചേഞ്ച് പോസിറ്റീവ് അല്ല വരേണ്ടത്, നെഗറ്റീവ് ആയിരിക്കും എന്ന് എനിക്കറിയാം. So this part is wrong. അടുത്തതിലേക്ക് ഒന്ന് പോകാം. With increase in temperature, the value of K for an endothermic reaction. ഒരു ഇക്വിലിബ്രിയത്തിൻ്റെ എൻഡോതെർമിക് എന്ന് പറയുന്നത് എപ്പോഴാണ്? ഫോർവേഡ് റിയാക്ഷൻ എൻഡോതെർമിക് ആവുമ്പോഴാണ്. വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ അത് കൺസിഡർ ചെയ്യാം. PCl5 gives PCl3 plus Cl2 എന്നൊരു ഇക്വിലിബ്രിയം നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം അങ്ങനെയാണ് എങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് K ഇൻക്രീസ് ചെയ്യും എന്ന് പറയുന്നു. ശരിയല്ലേ? ചൂട് കൂടുന്നതിനനുസരിച്ച് എൻഡോതെർമിക് പ്രോസസ്സിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കൂടും എന്ന് നമുക്കറിയാം. Le Chatelier പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാൽ മതി. പിന്നെ പറയുന്നത് നോക്കൂ. ബിക്കോസ്
entropy change because unfavorable change in entropy of the surrounding decreases. Unfavorable change in the entropy of the surrounding. സറൗണ്ടിങ്ങിന് വന്നു ചേരുന്ന എൻട്രോപ്പി ചേഞ്ച് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം ഈ പ്രോസസ്സ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ തീർച്ചയായും ദ പ്രോസസ് ഈസ് എൻഡോതെർമിക്. വാട്ട് അബൌട്ട് ദ എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ സറൗണ്ടിങ്? We know that delta S surrounding is equal to Q by T. Q means negative of delta H by T. And in this case, the process require delta H positive value. Delta H positive എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? മൈനസ് ഡെൽറ്റ എച്ച് ബൈ ടി എടുത്താൽ എൻട്രോപ്പി ചേഞ്ച് നെഗറ്റീവ് ആണ്. അതല്ലേലും നമുക്കറിയാം എൻഡോതെർമിക് ആണ് പ്രോസസ് എങ്കിൽ സിസ്റ്റം വിൽ അബ്സോർബ് ഹീറ്റ് എനർജി ഫ്രം സറൗണ്ടിങ്. സോ സറൗണ്ടിങ്ങിന് ഉണ്ടാവുന്നത് ലോസ് ഓഫ് ഹീറ്റ് ആണ്. സോ സറൗണ്ടിങ്ങിന് ഉണ്ടാവുന്നത് നെഗറ്റീവ് എൻട്രോപ്പി ചേഞ്ച് ആണ്. ദാറ്റ് ഫാക്ടർ ഈസ് അൺഫേവറബിൾ. ദാറ്റ് ഗിവൺ ഈസ് കറക്റ്റ്. Unfavorable change in entropy of the surrounding decreases. Unfavorable change in surrounding decreases. Why? We know that as the temperature increases, temperature is in the denominator. As it increases, delta S surrounding in the magnitude കുറയും. And again it is an unfavorable factor. So unfavorable factor decreasing. That statement is perfectly right. So statement B is correct. With increase in temperature, the equilibrium constant K for endothermic reaction increases. That part is correct according to Le Chatelier principle because entropy change of the system is negative. We know that they say endothermic process. Endothermic process will occur in nature only if there is a increase in disorder. അല്ലേ? അപ്പോൾ പ്രോസസ് എൻഡോതെർമിക് ആണ്. പ്രോസസ് എൻഡോതെർമിക് ആണെങ്കിൽ there should be an increase in disorder. They say the entropy change of the system is negative. That absolutely wrong. Next statement. With increase in temperature, the equilibrium constant K for exothermic reaction decreases. Correct അല്ലേ? എന്താ കാരണം? Le Chatelier principle പ്രകാരം with rise in temperature, equilibrium constant will decreases because favorable change in the entropy of the surrounding decreases. They say the process is exothermic. Let us analyze another situation like the same. PCl5 plus Cl2 gives PCl5. The process is exothermic. And again what about the entropy change of the surrounding? Since it is exothermic, what will happen? Exothermic ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഡെൽറ്റ എച്ച് ഈസ് നെഗറ്റീവ്. ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ എസ് സറൗണ്ടിങ് എന്തായിരിക്കും? minus of minus delta H, that means plus delta H by T. Here as the temperature increases, what will happen? Temperature increases, entropy change of the surrounding will decreases. So that is a favorable change. As the favorable change decreases, what will happen? Equilibrium constant will also decreases. So that part is also correct. So we can say B and D are correct. Let me go to the next question. In a bimolecular reaction, the steric factor P was experimentally determined to be 4.5. നമുക്കറിയാം അറീനിയസ് ഇക്വേഷനകത്ത് K ഈക്വൽ ടു A ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി എന്നാണ് നമ്മൾ എഴുതാറെങ്കിലും നമുക്കറിയാം റേറ്റ് ഓഫ് ദ റിയാക്ഷൻ പ്രോബബിലിറ്റി അല്ലെങ്കിൽ സ്റ്റെറിക് ഫാക്ടർ കൂടി വെച്ച് നോക്കുമ്പോൾ P ഇൻറ്റു സെഡ് എ ബി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി എന്ന് നമ്മൾ എഴുതാറുണ്ട്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആക്ടിവേഷൻ എനർജി ഓഫ് ദ റിയാക്ഷൻ ഈസ് അൺഅഫക്റ്റഡ് ബൈ ദ വാല്യൂ ഓഫ് സ്റ്റെറിക് ഫാക്ടർ. അത് ശരിയാണ് അല്ലേ? കാരണം എന്താണ്? ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് പാരാമീറ്റർ ആണ്. ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് വേറെയാണ്. സ്റ്റെറിക് ഫാക്ടർ എന്ന് പറയുന്നത് മോളിക്യൂളിൻ്റെ ഓറിയൻറ്റേഷനുമായി റിലേറ്റഡ് ആണ്. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. അടുത്ത് കൊടുത്ത് നോക്കൂ. എക്സ്പെരിമെൻ്റലി ഡിറ്റർമിൻഡ് വാല്യൂ ഓഫ് ഫ്രീക്വൻസി ഫാക്ടർ is higher than predicted by Arrhenius equation. That also correct. കാരണം എന്താണ്? അറീനിയസ് ഫാക്ടറിൽ കാണുന്ന എ എന്ന് പറയുന്നത് സത്യത്തിൽ സെഡ് എ ബിനെയാണ് റിലേറ്റ് ചെയ്യുന്നതെങ്കിൽ റേറ്റ് എന്ന് പറയുന്നത് പി ഇൻറ്റു സെഡ് എ ബി ആണ്. അപ്പോൾ പി എന്ന് പറയുന്നത് നമ്മളോട് പറയുന്നത് 4.5 എന്നാണ്. ദാറ്റ് മീൻസ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ പ്രോഡക്റ്റ് എന്തായാലും കൂടുതലായിരിക്കുമല്ലോ. അടുത്തത് 4.5 ആണ് പി എന്നതുകൊണ്ട് reaction will not proceed unless effective catalyst is used.
ഇവിടെ നമുക്കറിയാം കാറ്റലിസ്റ്റിൻ്റെ റോൾ എന്ന് പറയുന്നത് ആക്ടിവേഷൻ എനർജി ലോവർ ചെയ്യുന്നതാണ്. അത് ഓറിയൻറ്റേഷൻ ഫാക്ടറുമായി റിലേറ്റഡ് അല്ല. അങ്ങനെ നോക്കുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കറിയാം രണ്ടും റിലേറ്റഡ് അല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. മാത്രമല്ല നമുക്കറിയാം ഒരു റിയാക്ഷൻ സ്പോണ്ടാനിയസ് ആണെങ്കിൽ മാത്രമേ കാറ്റലിസ്റ്റ് ചേർത്ത് നമുക്കതിൻ്റെ സ്പീഡ് കൂട്ടാനാവുള്ളൂ എന്ന്. അടുത്ത് നോക്കാം. ദ വാല്യൂ ഓഫ് ഫ്രീക്വൻസി ഫാക്ടർ പ്രെഡിക്റ്റഡ് ബൈ അറീനിയസ് ഇക്വേഷൻ ഈസ് ഹയർ ദാൻ ദാറ്റ് ഡിറ്റർമിൻഡ് ബൈ എക്സ്പെരിമെൻ്റലി ഒബ്സർവ്ഡ് എന്തായാലും ഗ്രേറ്റർ ആയിരിക്കുമല്ലോ. സോ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾസോ നോട്ട് കറക്റ്റ്. അപ്പോൾ നമുക്ക് എയും ബിയും കറക്റ്റ് ഓപ്ഷൻസ് ആയിട്ട് എടുക്കാം.